അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേന്നം മദ്രസ 5ാം ക്ലാസ് അറബി പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠം തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതിലെ 4ാമത്തെ ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. 1. കം അസാബിഉ റിജിലി എന്നാണ് അവിടെ ചെറിയ തെറ്റ്. കാലിൻ്റെ വിരലുകൾ എത്ര എന്നാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം കാലിൻ്റെ വിരൽ 10 എണ്ണമാണെന്നുള്ളത്. അപ്പോൾ പല കുട്ടികൾ അഷറത്ത് എന്ന് എഴുതുന്നവരും മാത്രം ഉണ്ടാവും. ഏതായിരുന്നാലും 10 എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസാബിഉ റിജിലി അഷറത്തുൻ നെയ്ത, അല്ലെങ്കിൽ ലിരിജിലി അഷ്റത്തു അസാബിഉ അങ്ങനെയും എഴുതാം കേട്ടോ. 10 2. ഐനൽ ലിസാൻ, നാവ് എവിടെ? നമുക്ക് എല്ലാവർക്കും അറിയാം നാവ് എവിടെയാണ്, വായിലാണ്. അപ്പോൾ അൽ ലിസാനു ഫിൽ ഫമി എന്നാണ് എഴുതേണ്ടത്. 3. കം ഐനൽ ഇൻസാൻ, മനുഷ്യന് എത്ര കണ്ണുകളുണ്ട്? അപ്പോൾ പല കുട്ടികളും ഇസ്നാനി എഴുതും 2 എന്നുള്ളത്. ശരിയായ രൂപം നമ്മൾ എഴുതേണ്ടത് ലിൽ ഇൻസാനി, മനുഷ്യനുണ്ട് ഐനാനി 2 കണ്ണുകൾ എന്നാണ് എഴുതേണ്ടത്. 4. മാദാ ഫിർ റഅ്സി, തലയിൽ എന്താണ്? സിമ്പിളാണ്. ഫിർ റഅ്സി ഷഅറുൻ, തലയിൽ മുടിയാകുന്നു. മാദാ റഅ മാജിദ് ഫി ഹുജറത്തി തബീബ്, ഡോക്ടറെ മുറിയിൽ എന്താണ് മാജിദ് കണ്ടത്? റഅ മാജിദ് ഫി ഹുജറത്തി തബീബി സൂറത്തുൻ കബീറത്തുൻ നെയ്ത, അല്ലെങ്കിൽ സൂറത്തു ജിസ്മുൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ചിത്രമാണ് എന്നൊക്കെ എഴുതാം. ഇനി 5ാമത്തെ ചോദ്യം, ഇഖ്തർ അസ്സഹീഹ് ബൈൻ അൽ ഖൗസൈനി, ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 1. ഫിൽ ബൈത്തി ഡാഷ്, വീട്ടിലുണ്ട് ഡാഷ്, ലിസാനുൻ വാലിദത്തുൻ ഐനുൻ. അപ്പോൾ ലിസാൻ ആണ് നാവാണ്, ഐനുൻ ആണ് കണ്ണാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം വാലിദത്തുൻ ഉപ്പയാണ്. അതാണ് ശരിയായ ആൻസർ. 2. അൽ അത്റാഫു, അറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിയ അൽ യദാനി, അത് കയ്യും, വ ഡാഷ് വൽ റിജ്ലാനി എന്നാണോ വൽ കത്ഫാനി എന്നാണോ വൽ ഐനാനി എന്നാണോ? ശരിയായ ഉത്തരം പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, അർ റിജ്ലാനി. 3. സമിഅത്തുൽ അദാൻ, ഞാൻ ബാങ്ക് കേട്ടു ഡാഷ് അൽ മസ്ജിദ്, ഇലൽ മസ്ജിദ് എന്നാണോ മിനൽ മസ്ജിദ് എന്നാണോ അലൽ മസ്ജിദ് എന്നാണോ? പള്ളിയിൽ നിന്ന് എന്ന ആൻസർ വരണം. അതിന് ഏറ്റവും നല്ല വാക്ക് മിനൽ മസ്ജിദി എന്നാണ്, അതാണ് എഴുതേണ്ടത്. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ്, അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ്. അപ്പം മിന എന്നാണ് ആൻസർ, ഇൽ നിന്ന്. 4. ഫിൽ ഖദമി, കാലിലുണ്ട് ഡാഷ് ഇളാമ് മഫാസിൽ അസ്വാബി. ഇപ്പോൾ കാലിൽ എന്താണ്, ഇളാമാണോ മഫാസിലാണോ അസാബിയാണോ? ശരിയായ ആൻസർ അസ്വാബിയോ എന്നാണ്, വിരലുകൾ. അടുത്തത് 5ാമത്തത് ദഹബ മാജിദ് ഡാഷ് വാലിദിഹി, മാജിദ് പോയി ഡാഷ് വാലിദിഹി, അവൻ്റെ ഉപ്പാൻ്റെ എന്താണ് ആൻസർ? ആ കൂടെ എന്നാണോ, തഹത്ത താഴെ എന്നാണോ, മിൻ ഇൽ നിന്ന് എന്നാണോ? എല്ലാവർക്കും അറിയാം ആ കൂടെ എന്നാണ് ആൻസർ എഴുതേണ്ടത്. 6ാമത്തെ ചോദ്യം, ലാഹിൽ സൂറത്തു ജിസ്മുൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തിൻ്റെ ആ ചിത്രം ശരിക്കും നോക്കുക. വക്തുബ് അസ്മാ അൽ അഅ്ളാഇ മിനൽ മുറബ്ബൈ, എന്നിട്ട് ചതുരത്തിൽ നിന്നും ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പേരുകൾ എഴുതാനാണ്. അപ്പോൾ താഴത്ത് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. റുക്കുബത്ത് പറഞ്ഞാൽ കാൽമുട്ട്, വജ്ഹ് മുഖം, സ്വദർ നെഞ്ച്, ഐന് കണ്ണ്, ഉദുനുൻ ചെവി, മിർഫക്ക് പറഞ്ഞാൽ കൈമുട്ട്, കെഫ് കൈപ്പത്തി, കെത്തഫ് തോള്, അൻഫ് മൂക്ക്, ഫഹദ് തുട, ഫമ് വായ. അപ്പോൾ അതൊക്കെ അതിന് നേരെ ആ ചിത്രത്തിൽ ഓരോ അവയവത്തിന് നേരെ ഓരോ ലൈന് കൊടുത്തിട്ടുണ്ട്. ആ അവയവത്തിൻ്റെ പേര് ഈ ചതുരത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. 8ാമത്തെ ചോദ്യം, ഇഖ്റ അൽ ഫിഖ്റ, ഈ ഗണ്ണിക വായിക്ക, വാജിബ് അനിൽ അസ്ല, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ദഹബ മാജിദ് മാ വാലിദിഹി, മാജിദ് അവൻ്റെ ഉപ്പാൻ്റെ കൂടെ പോയി ഇല തൊബീബി, ഡോക്ടറുടെ അടുത്തേക്ക്. ദഹല മാജിദ് ഫി ഹുജറത്തി തൊബീബ്, അങ്ങനെ മാജിദ് ഡോക്ടറുടെ റൂമിൽ പ്രവേശിച്ചു. അപ്പോൾ അവൻ കണ്ടു അലൽ ജിദാരി, ചുമരുമേൽ, സൂറത്തൻ കബീറത്തുൻ, വലിയ ഒരു ചിത്രം കണ്ടു. സൂറത്തൻ കബീറത്തൻ, വലിയൊരു ചിത്രം കണ്ടു. ഫിഹാ, അതിലുണ്ട് ജിസ്മുൽ ഇൻസാൻ, മനുഷ്യ ശരീരമുണ്ട്. ഇത് ശരിക്കും വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
മഅ മൻ ദഹബ മാജിദ് ഇല തൊബീബ്. ഡോക്ടറുടെ അടുത്തേക്ക് മാജിദ് ആരുടെ കൂടെയാണ് പോയത്? രണ്ടാമത് അയ്യത്ത് സൂറത്തുൻ അലൽ ജിദാരി, ചുമരുമേൽ ഏത് ചിത്രമാണ്? മൂന്നാമത്തത് മാദാ റഅ മാജിദ് അലൽ ജിദാരി, ചുമരുമേൽ മാജിദ് എന്താണ് കണ്ടത് എന്നുള്ളത്. വളരെ സിമ്പിളാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ആ സെൻറ്റൻസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഒമ്പതാമത്തെ റത്തിബ് അൽ കലിമാത്ത് ജുമലൻ സ്വഹീഹത്തൻ, താഴെ തന്നിരിക്കുന്ന കലിമത്തുകളൊക്കെ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതൊക്കെ ഓർഡറാക്കി എഴുതാനാണ്. ഒന്നാമത്തത് ഫിൽ ഗുർഫത്തി യജ്ലിസു അൽ വാലിദു, റൂമിൽ യജ്ലിസു ഇരിക്കുന്നു, അൽ വാലിദു ഉപ്പ. അത് അറബിയിൽ ശരിയായ രൂപത്തിൽ എഴുതൽ ആദ്യം ഫെയിൽ എടുത്ത് എഴുതുക, യജ്ലിസു ഇരിക്കുന്നു. ഇനി ആരാണെന്നുള്ളത് എഴുതുക, അൽ വാലിദു ഉപ്പ. എവിടെയാണ്? ഫിൽ ഗുർഫത്തി റൂമിൽ. അപ്പോൾ യജ്ലിസുൽ വാലിദ് ഫിൽ ഗുർഫത്തി എന്നാണ് ശരിയായ വാചകം. രണ്ട് മാജിദ് സൂറത്തുൻ റഅ അലൽ ജിദാരി. അപ്പോൾ ഇതിലൊരു ഫീലുണ്ട്, അത് ആദ്യം എഴുതുക, റഅ കണ്ടു, എന്നിട്ട് പിന്നെ പേര് ഇസ്മ എഴുതുക, പേര് മാജിദ് അത് എഴുതുക. അപ്പോൾ റഅ മാജിദ് കണ്ടു, അലൽ ജിദാരി ചുമരുമേൽ, അല്ലെങ്കിൽ റഅ മാജിദ് സൂറത്തൻ മാജിദ് ഒരു ചിത്രം കണ്ടു, അലൽ ജിദാരി ചുമരുമേൽ. മൂന്നാമത്തെ അഹ്സന തബാറക്ക അൽ ഖാലിക്കിൻ അല്ലാഹ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്ങാണ് തബാറക്കല്ലാഹു അഹ്സൻ അൽ ഖാലിക്കിൻ എന്നാണ് എഴുതേണ്ടത്. 4 അറഫ അനിൻ അല്ലാഹ് മാജിദ് ഖൽഖി. അപ്പോൾ ആദ്യം ഇതിൽ ഫെയിലുണ്ട്, അറഫ എന്നാണ്, അത് ആദ്യം തന്നെ എഴുതണം. അറഫ മാജിദ് മനസ്സിലാക്കി അൻ ഖൽക്കില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്. 5 നിഗമില്ല അല ഇഷ്കുറൂന, ഇഷ്കുറു നിങ്ങൾ നന്ദി കാണിക്കുക, അതാണ് ആദ്യം എഴുതേണ്ടത്. അലാ നിഅമില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഇതോടുകൂടി രണ്ടാമത്തെ പാഠത്തിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. നന്നായി പഠിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.